അമേരിക്കൻ സൈന്യത്തിന്റെ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന പ്ലാന്റിലുണ്ടായ സ്ഫോടനത്തിൽ 18 പേരെ കാണാതായി. ടെന്നസിയിലെ ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഫോടക വസ്തുക്കളും വെടിക്കോപ്പുകളും നിർമ്മിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്ന 8 കെട്ടിടങ്ങളുള്ള ആക്യുറേറ്റ് എനർജറ്റിക് സിസ്റ്റംസിലാണ് സ്ഫോടനമുണ്ടായത്. ടെന്നസിയിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ സ്ഫോടക വസ്തു നിർമ്മാണശാലയിൽ ശക്തമായ സ്ഫോടനം ഉണ്ടായി. സംഭവത്തെ തുടർന്ന് 18 പേരെ കാണാതായതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 15 മൈലിലധികം ദൂരത്തിൽ പ്രകമ്പനം അനുഭവപ്പെട്ടു. തുടർച്ചയായ സ്ഫോടനങ്ങൾ മൂലം ദ്രുത പ്രതികരണ സേനയ്ക്ക് ഇവിടേക്ക് ആദ്യം എത്തിച്ചേരാനായില്ല. ഉച്ചയോടെയാണ് ഇവിടെ രക്ഷാപ്രവർത്തനവും തിരച്ചിലും തുടങ്ങിയത്. വലിയ സ്ഫോടക വസ്തുക്കൾ, കുഴിബോംബുകൾ, C4 പോലുള്ള യുദ്ധോപകരണങ്ങളടക്കം സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ഇവിടം. ഈ പ്രദേശത്ത് മുൻപും സ്ഫോടനം നടന്നിട്ടുണ്ട്. 2014 ഇവിടെയടുത്ത് വെടിമരുന്ന് പ്ലാന്റിൽ ായ സമാനമായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സ്ഫോടനം നടന്ന അക്യൂറസ് എനർജറ്റിക് സിസ്റ്റംസിന് അപകടകരമായ വസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ സുരക്ഷാ മാനദണ്ഡം ലംഘിച്ചതിന് 2019 പിഴ ചുമത്തിയിരുന്നു. സ്ഫോടനത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.